അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ദി ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തൊണ്ടയാട് പ്രവർത്തിച്ചു വരുന്ന കണ്ണാശുപത്രിയിൽ നടന്ന ആഘോഷ പരിപാടി വാർഡ് കൌൺസിലർ പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. വനിതാ ദിനത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് സൗജന്യ നേത്ര പരിശോധനയും അതോടൊപ്പം വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച വനിതകളെ ആദരിക്കുകയും ചെയ്തു. ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനാണ് ഈ ദിവസം ആഗോളതലത്തിൽ ആചരിക്കുന്നത്. ലിംഗസമത്വം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ദുരുപയോഗവും, സ്ത്രീകൾക്ക് തുല്യാവകാശം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ ഈ ദിവസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ദ ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി വിപുലമായ പരിപാടികളാണ് ആഘോഷിച്ചത്. പരിപാടി വാർഡ് കൌൺസിലർ പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രശ്മി എസ് അധ്യക്ഷത വഹിച്ചു. ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുമ്പോഴും സ്ത്രീകളുടെ നേട്ടങ്ങൾ അംഗീകരിക്കുമ്പോഴും ജെൻഡർ ഈക്വാലിറ്റി എന്ന ആശയത്തിൽ നിന്ന് മാറി ജെൻഡർ ന്യൂട്രാലിറ്റി എന്നതിലേക്ക് എത്തി നിൽക്കുകയാണെന്നും അധ്യക്ഷ കൂട്ടിച്ചേർത്തു. നമ്മുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ അത് അംഗീകരിക്കാൻ ഒരു വേദി, അതിനോടൊപ്പം തന്നെ സ്ത്രീ പുരുഷ സമത്വം അഥവാ ജെൻഡർ ഇക്വാളിറ്റി എന്നാണ് നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ആ ഒരു കൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി കൺസെപ്റ്റ് ആണിപ്പോ. അതായത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും അവർക്ക് അവരുടേതായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം തുല്യമായ രീതിയിൽ. സ്ത്രീ ആയതുകൊണ്ട് ചില അവസരങ്ങൾ കുറയുകയും പുരുഷനായതുകൊണ്ട് ചില അവസരങ്ങൾ കൂടുകയും ചെയ്യുക എന്നൊരു സിറ്റുവേഷൻ മാറണം. അപ്പൊ നമുക്കറിയാം, ഒരു 50 കൊല്ലം മുമ്പത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ എത്രയോ വ്യത്യാസമുണ്ട്, എത്രയോ നല്ല രീതിയിലാണ് നമ്മൾ ആ ഡെവലപ്മെന്റിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഒരു 100% ജെൻഡർ ന്യൂട്രാലിറ്റിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇനിയും ഒരു 5 തലമുറ വരെ കാത്തിരിക്കണം. 2158 വരെ എന്നാണ് കണക്കുകൾ പറയുന്നത്. ആ ഒരു 100% ജെൻഡർ ന്യൂട്രാലിറ്റി വരണമെങ്കിൽ ആ ഒരു പേസ് അത് ഭയങ്കര സ്ലോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ വിമൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ളതാണ്. അതായത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഓവർകം ചെയ്യണം. അപ്പം അതിനു വേണ്ടിയിട്ട് എത്രയും ശക്തമായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ അത് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവണം. നമ്മുടെ സമൂഹം അതിനനുസരിച്ച് പ്രോഗ്രസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിമൻസ് ഡേയുടെ തീം എന്ന് നമുക്ക് മനസ്സിലാക്കണം. വനിതാ ദിനത്തിന്റെ ഭാഗമായി ദി ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി മിസ് കേരള ബോഡി ബിൽഡർ കവിത നിതീഷ്, ഇൻഫ്ലുവൻസർ റീജ കൃഷ്ണ, ഹരിതകർമ്മസേന അംഗങ്ങളായ ചെമ്പകവല്ലി, സുബലക്ഷ്മി ഷൺമുഖൻ, TC വള്ളി, കമലം PT, ആശാ വർക്കർമാരായ ഹൈറുന്നീസ, നിഷ CK, ഷൈനി CC എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ ദി ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി സെന്റർ മാനേജർ സജിത് കണ്ണോത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.